എൻ ഐ എ ആസ്ഥാനത്തിന് ഇരുവശവുമുള്ള റോഡുകൾ പൂർണ്ണമായും ബാരിക്കേഡുകൾ വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം രാവിലെ 10 മണിയോടുകൂടി തന്നെ പൂർണ്ണമായും ഗതാഗതം വിലക്കിയിരുന്നു. പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ അർദ്ധസൈനിക വിഭാഗവും അതുപോലെ തന്നെ ഡൽഹി പോലീസിന്റെ യൂണിറ്റുകളടക്കം ഇങ്ങോട്ട് എത്തുന്നത് തുടരുകയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് പാലം വിമാനത്താവളത്തിലും അതുപോലെ തന്നെ ഡൽഹി പട്യാല ഹൗസ് കോടതിയിലുമുള്ളത്. ഇതുകൂടാതെ തന്നെ തഹാവൂർ റാണയെ കൊണ്ടുപോകുക അല്ലെങ്കിൽ തിഹാർ ജയിലിലേക്കും അതുപോലെ തന്നെ എൻ ഐ എ ആസ്ഥാനത്തേക്കും കൊണ്ടുവരുന്ന വഴികളിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് തഹാവൂർ റാണയെ എത്തിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ വിന്യാസത്തിലും അതുപോലെ തന്നെ സുരക്ഷയിലും തന്നെയാണ് ഡൽഹിയും രാജ്യ തലസ്ഥാനവും ഉള്ളത്. കുപ്രസിദ്ധ ഭീകരനായ തഹാവൂർ റാണയെ അല്പസമയത്തിനകം തന്നെ എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാന സൂത്രധാരകളിൽ ഒരാളാണ് തഹാവൂർ റാണ. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ തഹാവൂർ റാണയിൽ നിന്ന് പുറത്തു വരാനുണ്ടെന്ന് തന്നെ കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഈ ഭീകരാക്രമണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ പാക് ഭീകര സംഘടനകൾ ആരൊക്കെയാണ് ഇതിൽ കൃത്യമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ISI അടക്കമുള്ളവരിൽ ആരൊക്കെ അല്ലെങ്കിൽ ഈ ഭീകരന്മാരിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായൊരു വിശദീകരണം തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കുമെന്നും കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത് നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും വിജയമാണെന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങളടക്കം വാദമുന്നയിക്കുന്നത്. കൃത്യമായി നയതന്ത്രത്തിന്റെ വിജയമാണ് ഇത്തരത്തിലൂടെ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതെന്നാണ് BJP ക്യാമ്പുകളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വാദം ഉന്നയിക്കുന്നത്. എന്തായാലും തഹാവൂർ റാണ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. തഹാവൂർ റാണയുടെ ബാക്കി നടപടിക്രമങ്ങൾ ഇപ്പോൾ ഡൽഹി പാലം വിമാനത്താവളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ ഐ എ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അരവിന്ദ് പറഞ്ഞതുപോലെ BJP അതിനെ വലിയ വിജയമായിട്ട് കാണുന്നുണ്ട്. തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അത് തന്നെയായിരുന്നു റാണയെ അവിടെയും ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരരുത്, മതത്തിന്റെ പേരിൽ ഇവിടെ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്നായിരുന്നു ഇന്ത്യയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി റാണ കോടതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഞാൻ അരവിന്ദിലേക്ക് വരാം.